എന്തായാലും ഇന്ന് വിപണി നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഒരു നേരിയ നേട്ടമായിരുന്നു. പക്ഷെ ആ നേരിയ നേട്ടം ഇപ്പോൾ മറികടന്ന് വീണ്ടും വിപണികൾ ആ ഒരു തിരുത്തൽ പാതയിലേക്ക് പോയിരിക്കുകയാണ്. നിഫ്റ്റി 134 പോയിന്റ് ഇടിഞ്ഞ് 21,576 വ്യാപാരം നടക്കുന്നത്. ഓപ്പണിംഗ് 21,747 ഏറ്റവും താഴെ 21,552 അപ്പോഴും 21,500 എന്ന നിലയിൽ നിന്ന് താഴേക്ക് പോകുന്നില്ല എന്നത് ആശ്വാസകരമാണ്. നിഫ്റ്റി ബാങ്ക് ഓഹരികളും ഇടിവിലാണ്. 391 പോയിന്റ് ഇടിഞ്ഞ് 47,767 അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ സർവീസസും 109 പോയിന്റ് ഇടിവിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും 500 പോയിന്റ് വരെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് 430 പോയിന്റിൽ 71,595 72,000 താഴെയാണ് വ്യാപാരം നടക്കുന്നതെന്ന ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ അമേരിക്കൻ ഡോളറിൻ്റെ വില നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രൂപ കൂടുതൽ മുന്നേറുകയാണ്. ഇപ്പോൾ രൂപ 0.9 അതായത് 10 പൈസയ്ക്ക് തൊട്ട് താഴെ മുന്നേറുകയാണ്. 83 രൂപ 0.9 ഒരു ഡോളറിൻ്റെ ഇന്നത്തെ നിരക്ക്. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ അതിഥിയിലേക്ക് പോവുകയാണ്. DBFSന്റെ MD പ്രിൻസ് ജോർജ് ആണ്. ശ്രീ പ്രിൻസ് ജോർജ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും രാവിലെ പറഞ്ഞതുപോലെ തന്നെ വിപണി വീണ്ടും ഒരു തിരുത്തലിലേക്ക് പോകുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ നേരിയ നേട്ടം വീണ്ടും നഷ്ടത്തിലേക്ക് പോകുന്നു. 500 പോയിന്റ് വരെയൊക്കെയാണ് സെൻസെക്സ് ഇടിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മെറ്റൽ ഓഹരികൾക്കും ഫാർമ ഓഹരികൾക്കും ഒക്കെ ഇടിവാണല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. അത് ഒരു കറക്ഷന്റെ ഒരു തീവ്രതയിലാണ് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് കറക്ഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എപ്പോഴും പോസിറ്റീവ് ന്യൂസുകളും നെഗറ്റീവ് ന്യൂസുകളും ഉണ്ടല്ലോ. ഇപ്പൊ ഇന്ന് കുറച്ച് നെഗറ്റീവ് ന്യൂസുകൾക്ക് മുൻതൂക്കം ഇപ്പം കിട്ടിയിട്ടുണ്ട്. അതായത് ഈ റെഡ് സീയിലെ ആക്രമണങ്ങളും ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സുകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഗ്ലോബൽ ന്യൂസുകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ റിസൾട്ടുകൾ വന്ന കമ്പനികളിലൊക്കെ ഈ റിസൾട്ടുകളെ പറ്റി മാർക്കറ്റിന് വലിയ പ്രതീക്ഷയായിരുന്നു. അതായത് ഓൾറെഡി തന്നെ മാർക്കറ്റ് അത് പ്രൈസ്ഡ് ഇൻ ആണെന്ന് ഞങ്ങൾ പറയുന്നത്, നല്ല റിസൾട്ട് വരുമെന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉദ്ദേശിച്ച അത്രയും ലെവലിലേക്ക് ഒരു റിസൾട്ട് വരാത്തപ്പോൾ ചില ആളുകൾക്കെങ്കിലും ചില നിരാശയോ അല്ലെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റോ ഉള്ളത് കൊണ്ടാണ് അവർ സെല്ലേഴ്സ് ആയിട്ട് മാറുന്നത്. ഇത് രണ്ടുമാണ് ഈ കറക്ഷനിലേക്ക് ട്രിഗർ ചെയ്തിരിക്കുന്നത്. ഈ കറക്ഷൻ അത്ര ഒരു മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മുടെ പ്രശ്നം ഈ കറക്ഷൻ എവിടെ കൊണ്ട് നിൽക്കും എന്നുള്ളതാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഒരു ലെവല് 21,500 തന്നെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം കൂടെ തന്നെ ഈ കറക്ഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇടയ്ക്ക് ഇനി ഈ കറക്ഷൻ ഈ ട്രെൻഡിൽ നിന്ന് മാറി മാർക്കറ്റ് വരണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വന്നാൽ മാത്രമേ ആ ട്രെൻഡ് പെട്ടെന്ന് മാറത്തുള്ളൂ. അപ്പൊ ആ പോസിറ്റീവ് ന്യൂസ് വരാനായിട്ടുള്ളത് ഈ ഹാഫ് ഇയർലി അല്ലെ ക്വാർട്ടർലി റിസൾട്ടുകൾ തന്നെയാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും 3-4 ഫ്രണ്ട് ലൈൻ കമ്പനികൾ, ഇപ്പൊ റിലയൻസോ ICICI ബാങ്കോ അല്ലെങ്കിൽ HDFC ബാങ്കോ പോലെയൊക്കെയുള്ള ഫ്രണ്ട് ലൈൻ കമ്പനികളുടെ റിസൾട്ട് വളരെ മികച്ചതാണെങ്കിൽ ഈ കറക്ഷൻ അവിടെ എൻഡ് ചെയ്യുന്ന ഒരു സൂചനകൾ കിട്ടും. അല്ലെങ്കിൽ ഈ പതിയെ ഒരു സൈഡ് വൈസ് ഗ്രൈൻഡ് ഡൗൺ ഉള്ള ഒരു മാർക്കറ്റാണ്. പക്ഷെ ഇത് ഒരു കാര്യം ആളുകൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള അവരങ്ങനെ വലിയ പരിഭ്രാന്തരാകേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഈ കറക്ഷൻ ഒക്കെ കഴിഞ്ഞ് ലോങ് ടൈം ട്രെൻഡ് ഇപ്പോഴും ഇൻടാക്ട് ആണ്. നിയർ ടൈം ട്രെൻഡിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. ശരി, അതേപോലെ വിപണി ഒരു കറക്ഷനിലായിരിക്കുമ്പോൾ എന്തായാലും പുതിയ നിക്ഷേപകർക്ക് വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും വിപണി വിശകലനം നടത്തുകയായിരുന്നു ശ്രീ പ്രിൻസ് ജോർജ്. മാർക്കറ്റ് വ്യൂവിന്റെ നൂൺ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈകുന്നേരം 4:45 വീണ്ടും കാണാം. നമസ്കാരം.